ഇന്ന് നമുക്ക് കുറച്ച് സ്പീക്കിംഗ് വേർഡ്സ് നോക്കാം. ഫസ്റ്റ് വേർഡ് ആണ് സ്പീക്ക്. സ്പീക്ക് എന്ന് പറയുന്നത് ഒരു ജനറൽ ടോക്കിംഗിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എബിലിറ്റി കാണിക്കുന്ന വേർഡാണ് സ്പീക്ക്. ഹി സ്പീക്സ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. എന്നാൽ ഇൻഫോർമൽ ആയിട്ട് രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതിന് ഒരു ടു വേ കോൺവെർസേഷനെ പറയുന്ന വേർഡാണ് ടോക്ക്. വി നീഡ് ടു ടോക്ക്. നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇൻഫോർമൽ ആയിട്ട് ടോക്ക് യൂസ് ചെയ്യുമ്പോൾ അതേസമയം ഒരു കാര്യത്തെ പറ്റി ഫോർമലായും ഡീപ്പായും സംസാരിക്കുന്നതിന് പറയുന്ന വേർഡാണ് ഡിസ്കസ്. ദേ ഡിസ്കസ്ഡ് ദ പ്ലാൻ. അവർ ആ പ്ലാൻ ഡിസ്കസ് ചെയ്തു. അടുത്ത വേർഡാണ് ഡിസ്ക്രൈബ്. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ പറ്റിയോ അല്ലെങ്കിൽ ആളുകളെ പറ്റിയോ എന്തെങ്കിലും ഒരു ഇവന്റിനെ പറ്റിയോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിനാണ് ഡിസ്ക്രൈബ് എന്ന് പറയുന്നത്. ഷീ ഡിസ്ക്രൈബ്ഡ് ഹർ എക്സ്പീരിയൻസ്. അവൾ അവളുടെ എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്തു. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വെക്കണമെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ആസ്ക്. ഷീ ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഒരു കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് എക്സ്പ്ലെയിൻ. ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് റൂൾ? ഈ റൂൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇനി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഫോർമൽ ആയിട്ട് ഒഫീഷ്യൽ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇൻഫോം. ദ ടീച്ചർ ഇൻഫോംഡ് അബൌട്ട് ദി എക്സാം. എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഒരു കാര്യത്തെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് മെൻഷൻ എന്ന് പറയാം. ഷീ മെൻഷൻഡ് യുവർ നെയിം ഇൻ ഹർ സ്പീച്ച്. അവൾ അവളുടെ സ്പീച്ചിൽ നിന്റെ പേര് മെൻഷൻ ചെയ്തു. അപ്പോൾ കൂടുതൽ ക്ലാസ്സസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. Till then, have a